നമ്മുടെ മലയാളികൾ പൊളിയാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ദ കേരള സ്റ്റോറി 2 എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കാൻ, നമ്മുടെ മലയാള സിനിമയെ അപമാനിക്കാൻ വേണ്ടി സംഘിയോളികളെല്ലാം കൂടെ പടച്ചുവിട്ടിട്ടുള്ള ചാണക സിനിമ. ആ സിനിമയ്ക്കെതിരെ രംഗത്ത് വന്നതും നമ്മുടെ കേരളത്തിലെ നല്ല കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള മലയാളികളാണ്. അതിനകത്ത് ജാതിയും മതമൊന്നുമില്ല. കാരണം ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഇവിടുത്തെ മുസ്ലിം സമൂഹത്തെ ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു സിനിമയാണ്. അതൊരു പൊളിറ്റിക്കലാണ്. കാരണം ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അത്തരത്തിലൊരു സിനിമ. നമ്മുടെ മലയാളികൾ ഇന്നേ വരെ ചിന്തിക്കാത്ത തരത്തിലാണ് ആ ഒരു സിനിമ കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന, അല്ലെങ്കിൽ ചാണക സ്റ്റോറി 2 എന്ന് പറയുന്ന ഈ ഒരു സിനിമ അവന്മാർ എടുത്തു വെച്ചിരിക്കുന്നത്. അത് അപ്പാടെ നമ്മുടെ ജനങ്ങളുടെ അണ്ണാക്കിലേക്ക് തള്ളാം എന്നാണ് വിചാരിച്ചത്. പക്ഷെ ആ സ്റ്റോറിയിൽ കാണിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വായിലേക്ക് ബീഫ് തിരികുന്നത് കേരളത്തിലെ മലയാളികൾ ഒന്നടക്കം ആ മുണഞ്ഞ ചാണക സ്റ്റോറിയെ ഡയറക്ടറുടെയും പ്രൊഡ്യൂസറിന്റെ അണ്ണാക്കിലേക്ക് തിരികെ കൊടുത്തതും നമ്മുടെ കേരളത്തിലെ പുലിക്കുട്ടികളായിട്ടുള്ള മലയാളികൾ തന്നെയാണ്. അഭിമാനം തോന്നുന്നുണ്ട്. കാരണം ഇതുപോലത്തെ പ്രൊപ്പഗൻഡ ആയിട്ടുള്ള സിനിമകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പം രോമസിംഹൻ എന്ന് പറയുന്ന പണ്ടത്തെ മറ്റേ അലി അക്ബർ എന്ന് പറയുന്ന ആ വേട്ടാവളിയൻ, അവനെടുത്തൊരു സിനിമ നമുക്കറിയാലോ അല്ലെ, വാരിയംകുന്നത്ത് കുഞ്ഞാമത് ആജി എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ചരിത്രം. അത് സംഘപരിവാറിന് വേണ്ടി അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് അവരുടെ കയ്യിൽ നിന്ന് പണവും വാങ്ങിച്ച് മൊബൈലിൽ ഷൂട്ട് ചെയ്ത ആ ഒരു സിനിമ തിയേറ്ററിൽ ഇറക്കിയിട്ട് കേരളത്തിലെ ജനങ്ങൾ ആരെങ്കിലും സ്വീകരിച്ചോ? അത് പുറംകാലുകൊണ്ട് തട്ടിത്തൂരക്കളഞ്ഞു. അപ്പം ഇതും മലയാളികൾ ഒന്നടങ്കം തട്ടിക്കളഞ്ഞിരിക്കുന്നു. എന്തായാലും കേരള സ്റ്റോറി എന്ന് പറയുന്ന ആ ഒരു പേര് മാറ്റിക്കൊണ്ട് ചാണക സ്റ്റോറി എന്ന് പറഞ്ഞാണ് ഈ സിനിമ ഇറക്കിയിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഇതിനെതിരെ ആരും രംഗത്ത് പോകുന്നില്ല. കാരണം ഇവൻ്റെയൊക്കെ തലയ്ക്കകത്തും ചാണകമായതുകൊണ്ട് തന്നെ മലയാളികൾ അത് അക്സെപ്റ്റ് ചെയ്തേരെ. എന്താണെങ്കിലും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ള ആ ചുണക്കുട്ടിയായിട്ടുള്ള നമ്മുടെ ആ ഒരു അഡ്വക്കേറ്റ് പറയുന്നത് എന്താണെന്ന് കേട്ടാലോ. നമസ്കാരം. കേരളത്തിലെ ഏതോ ഒരു പെൺകുട്ടിയുടെ വായിലേക്ക് ബീഫ് നിർബന്ധിപ്പിച്ച് കുത്തിക്കയറ്റുന്ന തോന്നിവാസമുള്ള കേരള സ്റ്റോറി 2. കേരളത്തില് ലവ് ജിഹാദ് ഉണ്ടെന്ന കള്ളം പറയുന്ന, നാളെ റിലീസ് ചെയ്യാനിരുന്ന അതേ കേരള സ്റ്റോറി 2 തൽക്കാലം പൂട്ടിക്കോ. കേരളത്തിലേക്ക് പൊറാട്ട് നാടകം കൊണ്ടുവന്ന സംഘപരിവാറിന്റെ പെട്ടിയിലെ ആദ്യത്തെ ആണി കേരള ഹൈക്കോടതി തന്നെ അടിച്ചു കഴിഞ്ഞു. കേരള ഹൈക്കോടതി കേരള സ്റ്റോറി താൽക്കാലികമായി സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഇടക്കാല ഉത്തരവാണ്. അതിനുശേഷം അറിയാം പടം എന്നേക്കുമായി പൂട്ടിക്കെട്ടണോ വേണ്ടയോ എന്ന്. സെൻസർ ബോർഡ് വീണ്ടും സിനിമ കാണണമെന്നും കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. 2ാം ഭാഗം മതസൗഹാർദ്ദത്തെ ബാധിക്കാമെന്നും ടീസറും ട്രെയിലറും വെച്ച് പരിശോധിച്ചാൽ അത് മനസ്സിലാകുമെന്നും സിനിമ പ്രഥമ ദൃഷ്ട്യാ മതസൗഹാർദ്ദത്തിന് ഭീഷണിയാണെന്നും ഹൈക്കോടതി നിരീക്ഷണം വന്നിട്ടുണ്ട്. അപ്പോ ഈ പെട്ടിയിലെ ആദ്യത്തെ ആണി അടിക്കാനുള്ള വകുപ്പ് കൊടുത്തത് മറ്റൊരു മലയാളി, പ്രിയ സുഹൃത്ത് ഫ്രെഡിയാണ് ഇന്നത്തെ താരം. അപ്പോൾ ഫ്രെഡിയും നമ്മുടെ ഈ സഹോദരിയുമാണ് ഈ സിനിമയ്ക്കെതിരെ കോടതിയിൽ പോയത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങളുടെ ഒരു വിജയമാണ്. കാരണം നമ്മുടെ കേരളത്തെ അപമാനിക്കാൻ വേണ്ടി സംഘപരിവാർ മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന ഈ ഒരു സിനിമയെ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലെ സംഘപരിവാറിന്റെ വേട്ടാവളിയന്മാരാണ്. അപ്പോൾ അവർ എത്രത്തോളം നമ്മുടെ കേരളത്തിലെ ഈ സമൂഹത്തെ പ്രതിബദ്ധത ഉണ്ടെന്നുള്ളത് നമുക്ക് ഈ സിനിമയിലൂടെ മാത്രമല്ല നമ്മൾ കണ്ടത്. ലാലേട്ടന്റെ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് ഗുജറാത്ത് കലാപം, ആ സിനിമ തുടങ്ങുമ്പോൾ ഏതാണ്ട് ഒരു 30 മിനിറ്റ് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സീനൊക്കെ ആയിരുന്നു. ആ സിനിമയിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീനാണ് അത്. കാരണം അത് പച്ചയായി ഗുജറാത്തിൽ നടന്നിട്ടുള്ള വംശഹത്യ അതേപോലെ ചിത്രീകരിച്ചു എന്നുള്ളതാണ്. അത് റിയൽ സ്റ്റോറി ആയിരുന്നു. അപ്പോൾ ആ റിയൽ സ്റ്റോറി കണ്ടപ്പോഴത്തേക്ക് സംഘികൾക്ക് ഊത്തലും ചൊറിച്ചിലും ഉണ്ടായി. കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് കുരച്ചുകൊണ്ട് വന്ന ഈ വേട്ടാവളിയന്മാർ ഇതുപോലത്തെ ഒരു മുണഞ്ഞ സിനിമ എടുത്ത് ഇങ്ങോട്ട് വിടുമ്പോൾ ഈ സെൻസർ ബോർഡിന്റെ തലപ്പത്തിരിക്കുന്ന ചാണക ഓളികളുടെ തലയ്ക്കകത്ത് ചാണകമാണെന്നുള്ളത് വീണ്ടും നമ്മളെ തെളിയിച്ചിരിക്കുക. പക്ഷേ ഈ നമ്പറുമായിട്ട് കേരളത്തിലേക്ക് വന്നാണല്ലോ ഇതുപോലത്തെ 100 കണക്കിനല്ല ലക്ഷക്കണക്കിന് നല്ലവരായിട്ടുള്ള മലയാളികൾ അത് ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. ഏതായാലും ആ സ്റ്റോറി ചാണകക്കുഴിയിലേക്ക് തന്നെ വീണ്ടും നമ്മൾ അടിച്ച് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വെയിറ്റ് ആൻഡ് സീ. അപ്പം ചാണക സ്റ്റോറിക്ക് വിടാം.